അതിന്റെ തുടർച്ചയായിട്ടാണ് സ്ഥിരാവ്യഥ വിധി മുഴുവൻ വിശദീകരിക്കാൻ പോകുന്നത്. ഈ രസാത്മകം വഹന്തി ഓജ എന്ന് പറയുന്ന സ്ഥിരകളുടെ വിവരണത്തിന്റെ തുടർച്ചയായിട്ടാണ് സ്ഥിരാവ്യഥം. അപ്പൊ അതിനകത്തുള്ള കണ്ടന്റ് രസാത്മകമായിരിക്കുന്ന ഓജസ്സാണ് എന്ന് പറഞ്ഞാൽ അത് രസത്തെ തന്നെയാണ്, പക്ഷേ അത് രഞ്ജകവിത്വവും കൂടിയൊക്കെ ചേർന്നിട്ടുള്ള രക്തസ്വരൂപിയാണ് എന്ന് മാത്രം. ധ്വാനാത് ധമന്യഹ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള രസത്തിന്റെ സ്വഭാവം പൂരണം ചെയ്യുക എന്നുള്ളതാണ്. അത് എവിടെയൊക്കെയാണോ ആവശ്യം, എവിടെയൊക്കെയാണോ അതിൻ്റെ ഇടപെടൽ വേണ്ടി വരുന്നത്, അവിടേക്കൊക്കെ അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതൊരു അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോയിനെ അല്ല പ്രതിനിധാനം ചെയ്യുന്നത്. ശ്രവണാത് ശ്രോതാംസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നതായ രസധാതുവിൻ്റെ അതാത് ഇടങ്ങളിലേക്കുള്ള അഭിവഹനമാണ്. അതൊരു സെക്രീറ്ററി ആക്ഷൻ അവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ആക്ഷൻ അവിടെ വരുന്നുണ്ട്. അതാണ് സ്രോതസ്സിന്റെ അർത്ഥം. അപ്പോൾ മൂന്നും ഒരേ സമയം രസങ്ങളെ അഭിവഹനം ചെയ്യുന്നതായിരിക്കുമ്പോൾ തന്നെ ആ രസത്തിന്റെ വഹന രീതി ആണ് ഈ പേരുകളുടെ സവിശേഷത. ഒന്ന് സരണാദാണ്, ഒന്ന് ധ്വാനാദാണ്, ഒന്ന് ശ്രവണാദ് എന്നുള്ളതാണ്. ഇത് ഇവയെ മൂന്നിനെയും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട പോയിന്റാണ്. നെക്സ്റ്റ് പ്ലീസ്. ധാതുവഹ സ്രോതസ് ഹാസ് ലിമിറ്റഡ് ആപ്ലിക്കേഷൻസ് ഇൻ വികൃതി വിജ്ഞാന വെൻ കൺസിഡേർഡ് ഇൻഡിവിജ്വലി. അതിന് പ്രസക്തി ഇല്ല എന്നല്ല ഞാൻ പറയണത്. വെൻ കൺസിഡേർഡ് ഇൻഡിവിജ്വലി അത് ആ ധാതു ദുഷ്ടിയേക്കാൾ കവിഞ്ഞ പ്രാധാന്യം പലപ്പോഴും പ്രായോഗിക തലത്തിൽ ഉണ്ടാവാറില്ല. അതേസമയത്ത് നോൺ ധാതുവഹ സ്രോതസ് ആർ മോർ സിഗ്നിഫിക്കൻറ്റ്. പല സന്ദർഭത്തിലും അവയ്ക്ക് ദെയർ പ്രോപ്പർ പരീക്ഷ ക്യാൻ കോൺട്രിബ്യൂട്ട് ഹെവിലി. കാരണം ആ വികൃതി വിജ്ഞാനത്തിൻ്റെ ആ പ്രത്യേക സന്ദർഭത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നതിന്, അതിൻ്റെ ആഴം മനസ്സിലാക്കുന്നതിന്, അതിൻ്റെ ചികിത്സാ സാധ്യത മനസ്സിലാക്കുന്നതിന്, അതിൻ്റെ ഔഷധ നിർണയം കൃത്യമാക്കുന്നതിന് പലപ്പോഴും ഈ നോൺ ധാതുവഹ സ്രോതസ്സുകളെ സംബന്ധിച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പല ഔഷധങ്ങൾക്കും ചില പ്രത്യേക സ്രോതസ്സുകളോട് ആഭിമുഖ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡ്രഗ് സെലക്ഷനെ സംബന്ധിച്ചൊക്കെ എല്ലാ സമയത്തും നമ്മളെ സഹായിക്കുന്ന ആശയമാണ് ഈ നോൺ ധാതുവഹ സ്രോതോദുഷ്ടിയുടെ പരീക്ഷ. ഇത്രയാണ് എനിക്ക് പൊതുവിൽ ഈ സ്രോതസ്സിനെ സംബന്ധിച്ചുള്ള ശാസ്ത്രത്തിലെ, ഞാൻ ഇതിനകത്ത് വളരെ ബോധപൂർവം തന്നെ ഒരു സന്ദർഭത്തിലെങ്കിലും അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ പോലും മോഡേൺ അനാറ്റമി ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ശ്രമിച്ചേയില്ല. ബോധപൂർവം ഞാൻ ഒഴിവാക്കിയതാണ്. കാരണം അതല്ല അതിൻ്റെ സമ്പ്രദായം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ ശാസ്ത്രത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു സർവേ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നടത്തി അത് നമുക്ക് ബോധ്യം വന്നതിന് ശേഷം മാത്രമായിരിക്കാം ഒരുപക്ഷെ ഒരു താരതമ്യ പഠനത്തിൻ്റെ പ്രസക്തി. നമുക്ക് വളരെ എളുപ്പമായിട്ട് ഇത് മറ്റേ ഏതെങ്കിലും ട്യൂബ്യൂൾസ് ആണ് അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് വെർത്ത്. അങ്ങനെയുള്ള ചർച്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഒരു താരതമ്യ പഠനത്തിലൂടെ മറ്റ് ശാഖകളിൽ ഉണ്ടായിട്ടുള്ള പുരോഗമനത്തെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഈ വിഷയത്തിനെ മനസ്സിലാക്കിയതിൽ ചില തിരുത്തലുകൾ ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കാം. അങ്ങനെയൊക്കെ സാധ്യതകൾ ഉള്ളപ്പോഴും ഞാൻ എൻ്റെ ഈ പരാമർശങ്ങളിൽ എവിടെയും ഇത് നെർവാണ്, ഇത് സിരയാണ്, അല്ലെങ്കിൽ വെയിനാണ്, ഇത് പാത്വേ ആണ്, ഇത് ആർട്ട് എന്നുള്ള ഒരു പരാമർശത്തിനും ഞാൻ മുതിരുന്നില്ല. അങ്ങനെ ഒരു ഇൻഫറൻസും ഞാൻ ഈ കുറിപ്പുകളിൽ നിന്ന് എടുക്കുന്നുമില്ല. നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. എൻ്റെ ഇതിനകത്തുള്ള ഒരു വലിയ ഗംഭീരമായിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വിഷയത്തിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അത്രയും വലുതാണ്. എന്തായാലും ഇന്നത്തെ മുഴുവൻ സെഷനുകളിലും സ്രോതസ്സുകളാണ് ചർച്ച എന്നുള്ളത് കൊണ്ട് കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. നമസ്കാരം. Most respectful teachers and my friends, my topic of presentation is integrity of Srodhas. Good morning, most respectful teachers and my friends. My topic of presentation is integrity of Srodhas, male-female difference. And coming to the integrity of Srodhas, I am mainly considering with the anatomical aspect of the Srodhas, and I am trying to just correlate it with some of the anatomical structures based on Charakan, Vimana, and Acharya said about the Moolasthanas mainly. On considering the Moolasthana, I am just trying to compare it with the anatomical structures. So next. Coming to the Nirikti Sru Gadu, which means movement, one which has continuous movement always, is called Srodhas. And definition, next please. Srodhamsi galu parinama abhuthyamananam dadunam abhivahini bhavanti ayanarthena. On this slogan, we first give concentration to the ayanartha. Ayanartha means the destination. Srodhas is
nothing but channels which carry particular things based on their function. It may be hormones, nutrients or enzyme, anything like that. That is, hormones are particular channels which carry particular substance according to their destinations. Okay, next please. And structure of Srodhas, Disanameva Sukshmani Dwaram Pravisradhanija. Srodhas look like the pores in a stalk of lotus. That's so, and it may be Sodadu Samavarnani, Vritta Stulani Anunija, Srodamsi, Dirkani Agritya, Pradana Sadrishanija. It may be Vritta, Stula, and it may be like spreading like nature. Okay, next. And importance of Srodhas. Ahita Sevana Tani Dushtaya Roga Vishuddhani Sugasija. That is, Srodhas cannot be identified when it is in a normal state. Like a normal diet, we cannot identify the salt in that diet. When the salt is increased or decreased, we will identify the presence of salt in that particular diet. That way, the presence of Srodhas in our body. We will not identify the presence of Srodhas when it is in a normal state. We will identify when it is increased or decreased. That is in a dushta form. Okay, next please. And types, Bahya, male 9, female 12, Abhyandra 13. And next please. Special classifications, Sthula Srodhas and Sukshma Srodhas. And Sthula Srodhas we can correlate it with the structural aspect, and Sukshma Srodhas as functional aspect. Okay, next please. Srodhas and its relationship. It's the main part of my discussion, and it is a controversial part itself. Please try to understand that part. Okay, Pranava Srodhas. Pranavana Srodhas Hridayam Moolam Mahasrodha. What is Hridayam? Acharya Susruta well explained that Pundarikena Sadrishyam Hridayam Syat Adhomagam. Pundarikena, it is heart itself, and also said Haradi Dadadi Yadi the Hridayam, which bring back and give and also relax. It's nothing but the heart itself. And coming to the Mahasrodhas, Andha Koshta Mahasrodha, Ama Pakvashe Rasreha. On Vakhracharya clearly explained that Andha Koshta Mahasrodha. Mahasrodha is Andha Koshta. We can relate it with the GI tract itself. And Acharya Vakhracharya on saying about the Shosa Nidana, Amasya Samudbhaha, and also have the Srodha Dushtiyas, Prana Udaga, Annava Srodhas. So we can relate that Mahasrodhas is nothing but the GI tract itself. Next please. And Udava Srodhas, Udava Srodhasam, Talu Moolam Klomacha. Talu, when we are affected with Trishna or thirst, it will be first, we will felt it in the talu first, and nextly in the lower part, that is in the stomach part, that is mainly on the pyloric sphincter. So we can correlate talu as the palate, mostly the soft palate, and kloma as the pyloric sphincter. Also there is a reference that Hridayasya Adho Dakshina Ekrat Klomacha. In the basal part of the Hridaya, there is two structures, Ekrat and Kloma. So it's more appropriate that it will be pyloric sphincter itself. Okay, next. Annava Srodhas. Annava Srodhasa Amasya Moolam Vamancha Parshanja. Annava Amasya, from the word Amasya itself, it can be related to stomach itself. And Vamancha Parsham. What is Vamancha Parsham? The main function of Amasya is absorption of nutrients. After the prime absorption, the food materials will go to duodenum or small intestine. Also in the right side there is a largest organ in the body, that is liver. So the major part of the small intestine is in the left side. So we can relate Vama Parsham as the small intestine itself. Okay, next please. Rasava Srodhas. Rasavahana Srodhasam Hridayam Moolam Dashaja Damaniha. Hridayam is Hridayam itself, and what Dashadamani? Dashadamani is Manat Namani, one which has pulsation, that is, it's Damani itself, or artery itself. And Rasava Srodhas and Raktava Srodhas are more dependent each other. Raktava Srodhas Ekrat Moolam Plihasha. It's mainly Raktava Srodhas, production and destruction of blood is happening there. So Rasava Srodhas is a part of Raktava Srodhas, in which the absorption of nutrients and the supply of nutrients is taking place. So I try to relate it with Rasava Srodhas is a part of Raktava Srodhas itself. Next please. Already explained that Raktava Srodhas is Ekrat Moolam Plihacha, that is production of blood cells and destruction of blood cells are taking place. Ekrat is liver and Pliha spleen itself. Next. And Mamsava Srodhas. Mamsava Srodhas is Mamsa, nothing but the muscle itself, it's the peshi itself, I think.
and Mamsava Srodasam Snayu Moolam Toksha. Muscles cannot stay itself independently. The muscles are kept there by the help of Snayu. Snayu means tendon, and it is kept aside by muscles are given strength by the Snayu or tendons. So we can take Snayu as tendon, and proper shape of muscle are given by the skin itself. So Tok is skin itself. So Mamsavana Srodasa Moolam Snayu and Tok itself. So I consider tendon and skin are the Moola of Mamsava Srodas. Next. Medova Srodas. Medovanam Srodasam Vrikkav Moolam Vabhavahanam. What is Vabha? Vabha means fat itself. So the greater part of the fat in our body are lodged in the abdomen itself. That is in the omentum. Where the omentum is originating? The omentum is originating from the transverse column itself. The transverse column, it starts from the transverse column, go down to the pelvis and go back to the part of the kidney itself. So I think the omentum started from the transverse column and end in the kidney. So Vrikka is nothing but the kidney itself. So Medovanam Srodasa Moolam Vrikkav Moolam Vabhavahanam Cha. So Vrikka is the kidney itself and Vabhavahanam is the omentum itself. Next please. Next. Majjavanam Srodasa. Majjavanam Srodasa Astini Moolam Sandesha. And you know the Majja is residing inside the Asti and Sandhi. There is no controversy in that. Next please. Shukravana Srodasa. Shukravana Srodasam Vrishnav Moolam Shevacha. Vrishna is nothing but testis and Shevam is the penis itself, I think. Next please. Mutrava Srodasa. Mutravanam Srodasam Vasti Moolam Vangshanamcha. Vasti is nothing but the bladder itself, and Vangshanam Shene Vamadi Idi Vangshanam. That is nothing but the ureter itself, I think. Next please. Purishava Srodasa. Purishavanam Srodasam Pakvashya Moolam Stulagadam. Pakvasham can be related to the large intestine, and Stulagada is the rectum itself. Next please. Sedava Srodasa. Medo Moolam Loma Gubacha. You know that Swedas is the mala of Meda. So the produced Swedas from the Medas is coming out through the Loma Guba. Medas is fat tissue and Loma Guba is the hair follicle itself. Next please. And the Bahya Srodas, you all know that Nasarandra is nasal cavity, Karnarandra ear cavity, Nayana eye path, Vadana oral cavity, Gudam anal canal, Mehana and genital path. Next please. And male female difference, I am not going deep into that. It's said as Trinam Adigantrem, that is Tana, that mammary gland 2 is there, and Rectava Srodasa is 1 there. Next. From all this, I just want to conclude that Srodasa is mostly functional. Although I had correlated it with the structural part itself, but it's more appropriate to correlate it functionally itself. Thank you. Namaste to all. I am here to present on the topic Physiology of Srodasa. Srodasa can be considered to be as the basic attempt in the systemic study of human body according to the ancient Indian medicine. Next please. According to the slogan, Srodamsi Kalu Parinamama Badhyamanana Dadunam Abhivahini Bhavandi Ayanartena, according to which the physiological aspects of Srodasa are well defined, and hence Srodasa can be defined to be as various metabolic pathways in the body. Next please. Classification of Srodasa, it is divided into two, Sukshma and Stula, among which Sukshma defines the physiological aspects and Stula defines the anatomical aspects. The Abhyantara Srodasas, which are 13 in number. Moving on to the first. Next. Pranavaha Srodasa. Here Pranavaha Srodasa is what that sustains life. Hence, various physiological processes like expiration, inspiration, cellular respiration, all are considered to be the physiology of Pranavaha Srodasa. Here the cellular respiration, ventilation. Next, the Udagavaha Srodasa. Here, the metabolic reactions which maintains the osmotic balance of the body with the help of electrolytes is considered to be the physiology of Udagavaha Srodasa. Here the electrolytes like sodium and potassium
helps in osmotic balance of the body. Annavaha Srodhas. Here, the chemical digestion of the food into nutrients are considered, where along with its absorption and assimilation are also considered here. Okay, please, next, the Rasavaha Srodhas. Here, some considers it to be the lymphatic system of the body, and yet another opinion that it is considered to be the plasma portion of the blood. Next, the Raktavaha Srodhas, where the physiology of erythropoiesis, that is RBC formation, along with the support and oxygen supply to different tissues, along with the destruction of RBC, and also the pathway of blood coagulation can be considered to be the physiology of Raktavaha Srodhas. Next, Mamsavaha Srodhas. Here, the metabolic pathway, which includes the absorption and utilization of proteins, are considered. Next, the Medovaha Srodhas. Here, the lipid metabolism, that is lipogenesis, by which the lipids are formed, and lipolysis, by which the lipids are degraded, are considered. Astivaha Srodhas. Altogether, the entire calcium metabolism is considered as a physiology of Astivaha Srodhas, which can be divided into two: the absorption of the calcium from blood to the bones and resorption of calcium from the bones to the blood. Majjavaha Srodhas. Here there are two opinions. Majja is something which is present within a bone is considered to be as Majja. So two different opinions. Some consider it to be as bone marrow, and yet another some opines it to be as the central nervous system, according to which the physiology can be described to be neurotransmission, control and coordination of the body, etc., the functions of central nervous system. Shukravaha Srodhas. Here the basic physiology includes spermatogenesis, oogenesis, starting with its chemical coordination by the hypothalamo-pituitary ovarian axis and hypothalamo-pituitary testicular axis. Next, the Mutravaha Srodhas. The physiology of urine formation, that is the glomerular filtration, the tubular secretion and tubular reabsorption is included, where the chemical coordination is done with the help of antidiuretic hormone and ROS mechanism, that is renin angiotensin aldosterone system. Purishavaha Srodhas. This deals with the formation and elimination of waste products in every single of the body. Here the Purishavaha Srodhas, or what the waste can be considered to be as the waste feces or the earwax, mucus, discharge, everything. Next, the Swedavaha Srodhas. Here, the physiology of Swedavaha Srodhas includes maintenance of body water balance, elimination of waste products like urea, salts, etc., and also oily substances like sebum. Everything is considered to be as the physiology of Swedavaha Srodhas. Upon this descriptive study of various Abhyantara Srodhas, we could understand that no Srodhas is compartmentalized, and we cannot independently exist. Independent existence of the Srodhas is not at all possible, and this is very clear from the example of Udagavaha Srodhas, Mutravaha Srodhas and Swedavaha Srodhas, which all together work and function in the support of the body water balance in the body. Thus, concluding my topic, thank you all. Thank you. So my topic is Srodhas and Dushyas. Let me give you a small introduction about this topic. Body is in a state of dynamic equilibrium. That means the body exists because of chemical reactions, biochemical reactions. There are so many cascades of reactions taking place inside our body each and every moment. Any disturbance to this reaction, to this cascades of reaction, will result in the development of disease. Diseases originates because of that. Next slide, please.
So my topic is Srodhas and Dushyas. So what do you mean by Dushyas? In the purview of Rogas, Dushyas means Dhadus and Malas which has got a chance to vitiate. Okay, Dhadus and Malas which forms the platform for vitiation. Srodhas. Srodhas have to be viewed multi-dimensionally, that is structural and functional aspect. Structural you mean Sthula aspect and functional you mean Sukshma aspect. Okay. Structurally, Srodhas is defined as Sravanad Srodhamsi. That means where Sravana or the flow happens. And in this case, we could take the anatomical aspect of GI tract, blood vessels, etc. For as an examples in this context. Okay. And functionally, Srodhas could be defined as Srodhamsi Ghalu Parinama Abatya Mananam Dadunam Abhivahini Bhavandhi Ayanartena. This verse is interpreted as Srodhas are the amphibolic pathways, that means existing in both catabolism as well as anabolic pathways. The amphibolic pathways that are both in and out of the sthayi dhadus. That are in and out of the sthayi dhadus. Next, through which substrates, and the substrates are asthayi dhadus, through which substrates transforms into the forms which are readily absorbable by the sthayi dhadus for their proper growth and development. Okay, so this according to me it is this. Next one. Dosha Dushya Samurchana. It is said that Yatra Sangam Kavaigunyad Vyadis Tatra Bajayade Kavaigunyam Nama Srodho Vaigunyam. Here, what's happening to Srodhas is loss of integrity. Loss of integrity can also be defined as loss of structural integrity and loss of functional integrity. Loss of structural integrity, that is Srodho Dushti, and loss of functional integrity, that is Srodho Vaigunyam. Okay. Srodho Dushti. The etiological factors could also be divided. For the Srodho Dushti, etiological factors can be divided into two, that is Nijam and Agandu. Nijam means internal factors and Agandu means external factors. In Nijam we can have thrombus, embolism and all, where the Srodhas have to be obstructed. Here in Srodho Dushti, what happening is obstruction in the Srodhas. Obstruction in the Srodhas. The term in has got a definite importance here. Obstruction in the Srodhas. And the Agandaja causes like a deformity in the muscula by corrosive attacks like acid, alkali and all. Injury by fire, weapons, irritants in respiratory tract, then GI tract, etc. can also be considered as the Agandaja causes for the same. Next. Srodho Vaigunya. What happens in Srodho Vaigunya? Srodho Vaigunya can also be classified. Etiological factors of this for this Srodho Vaigunya can also be classified as Nijam and Agandu. In each Nijam and Agandu is defined as, further classified as deviation from the physiological pathway to initiate a new pathological one. I told you functionally these are cascades of reactions. So there will be Nija causes can deviation from the physiological pathway to initiate a new pathological one. Either this or cessation of the physiological pathway. The entire cessation of the physiological pathway without introducing a new pathological pathway. The same can cause Aganduja. Aganduja can also be divided into two. That is deviation from the physiological pathway to initiate a new pathological pathway or cessation of the physiological pathway. So the first one, deviation from the physiological pathway to initiate a new pathological one, in case of Nijam can be in phenylketonuria. The main one is phenylalanine will be transforming into tyrosine. That is the actual physiological pathway with the presence of the enzyme phenyl hydroxylase. But in the pathological one, by cessating this pathway, that is phenylalanine to tyrosine, it will initiate a new pathological one, that is phenylalanine into phenylketones. So it is an introduction of a new pathological one from instead of having the physiological one. Next one, that is cessation of the pathological pathway in cessation of bile secretion. When bile duct and all has got a hypertension over 30 centimeter of water, there will be cessation of the entire bile secretion, production, everything. So that is cessation of that pathway.
There is no either deviation or any new pathological pathway hasn't started. So this is a cessation of the pathway. Next one, Aganduja, deviation from the physiological pathway to initiate a new pathological one. In case of starvation, the normal metabolism of carbohydrate is cessated and it will cause fat oxidation, which will have the byproduct that is ketoacidosis, ketones, and causing ketoacidosis. So that is deviation from the actual pathway. Next one is cessation of the physiological pathway. In azoospermia is a cause for that. An example for that. Azoospermia, you know. സ്രോതസ്സുകളെ തിരിക്കുന്നതിൽ ധാതുക്കളുടെ ദൂഷ്യം അനുസരിച്ച് ആ സ്രോതസ്സുകളുടെ ദൂഷ്യങ്ങൾ അളക്കണം എന്നും അല്ലെങ്കിൽ ആ സ്രോതസ്സുകളുടെ ദൂഷ്യവും ധാതുക്കളുടെ ദൂഷ്യം ഒന്നാണെന്നും എന്ന് പറയുന്നതിനൊരു കാരണം സാറ് ഇപ്പം പറഞ്ഞത് പ്രാണവ സ്രോതസ്സിനെ നമ്മുടെ വായു കടന്നു പോകുന്ന മാർഗമായിട്ട് ഉപമിച്ചു അങ്ങനെയാണല്ലോ സാർ എടുത്തത്. അപ്പോൾ അവിടെ ഈ പ്രാണവഹ സ്രോതസ്സും ഉദോഹ സ്രോതസ്സും കൂടി ഇവിടെ അഗ്നിസ്ഥാനത്ത് അന്നരസം പചിപ്പിക്കുന്നതിന് ഒരു പ്രധാന ഭാഗമായി മാറുകയും പിന്നീട് രസം ഉണ്ടായി പിന്നീട് മാത്രമല്ലേ ഒരു ധാതു പരിണാമം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് കടക്കുന്നുള്ളൂ. അതിന് മുമ്പ് വരെ ഈ പ്രാണ ഉദക വഹ സ്രോതസ്സുകൾ അന്നവഹ സ്രോതസ്സും ധാതു പരിണാമത്തിൻ്റെ ഒരു പൂർവ്വകർമ്മങ്ങളിൽ പ്രധാനികളും ഈ ധാതു പരിണാമത്തിൽ ബാക്കിയുള്ള ധാതുക്കളും എന്ന മലമാർഗങ്ങൾ പറയുന്ന സ്രോതസ്സുകൾ അതിൻ്റെ തന്നെ ഒരു പശ്ചാത്കർമ്മം പോലെയും പ്രവർത്തിക്കുന്നതുകൊണ്ടാണോ അങ്ങനെ? ധാതുവഹ സ്രോതസ്സുകളുടെ കാര്യത്തിൽ മാത്രമാണ് ആ വിഷയം പ്രസക്തമാവുന്നത്. ധാതുവഹ സ്രോതസ്സുകളുടെ കാര്യത്തിൽ ഈ ധാതുക്കളുടെ ദൃഷ്ടി ലക്ഷണം തന്നെയാണ് ധാതുവഹ സ്രോതസ്സുകളുടെ ദൃഷ്ടി ലക്ഷണം എന്ന് മനസ്സിലാക്കണമെന്നാണ്. അതേസമയത്ത് പ്രാണവഹ സ്രോതസ് ഞാൻ പറഞ്ഞ ധാത്വിതരവഹ സ്രോതസ്സുകളുടെ കാര്യത്തിൽ അത് പ്രസക്തമല്ല. അതാണ് ഞാൻ അതിനകത്ത് ക്ലാരിഫൈ